വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഫുഡ്കറ്റിലെ ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് ഡേ നമ്മൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ്. ബിക്കോസ് ഈ റൂം നമ്മൾ എടുത്ത സമയത്ത് ഇതുവരെ നിന്നിട്ടുള്ളതിൽ ഏറ്റവും ഫെയർ ചാർജ് ചെയ്തത് ഏറ്റവും കൂടുതലും റൂമിന് ചാർജ് ചെയ്തിട്ടുള്ളത് ഈ ഹോട്ടലാണ്. ഇത്രയും കഴുത്തറുത്ത് എന്താ വാങ്ങിച്ചതെന്നുള്ളത് നോക്കിയപ്പോഴത്തേക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ മനസ്സിലായി ഇത് ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ്. ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉള്ളതുകൊണ്ടാണ് അവർ ഇത്രയും ചാർജ് ചെയ്യുന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എന്തൊക്കെയാണ് ഐറ്റം എന്നുള്ളത്, ഞാൻ എന്തൊക്കെ കഴിക്കാൻ പോകണമെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അതിനുശേഷം നമ്മുടെ വ്ളോഗ് പതിയെ നേരെ പോയെത്തുന്നത് നമ്മുടെ ഫിഫി ടൂറിലാണ്. ഫിഫി ടൂർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞ വെറുതെ കൊളാക്കുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കിടക്കാം. സോ ഐ എം സ്റ്റാർട്ടിങ് വിത്ത് ജ്യൂസ്. കുറേ ജ്യൂസ് ഉണ്ട് ഇവിടെ. ഞാൻ ചോക്ലേറ്റ് മിൽക്കും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ലിച്ചി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ലിച്ചി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ലിച്ചി എടുക്കാം. ഞാൻ ഓരോന്ന് വെച്ച് ടേബിൾ നിറക്കട്ടെ. കുക്കീസ്, പേസ്ട്രീസ്, ഇതൊക്കെ സോസേജാണ്. പോർക്ക് സോസേജ് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചതാ. ചിക്കൻ സോസേജ്. ഫ്രഞ്ച് ടോസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പാൻ കേക്ക് വേണ്ട. മൈ ഫേവറേറ്റ് ഞാൻ ചെറിയൊരു ചിക്കൻ സോസേജ് ട്രൈ ആക്കാമെന്ന് വിചാരിച്ചു. ഈ കളർ തന്നെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പിന്നെ ഇതെന്താ ഇവിടെ നിന്ന് എഴുതിയിട്ടില്ലല്ലോ. അത് നമ്മൾ ട്രൈ ആക്കും. ഇത്രയും വലിയ മഷ്റൂം എനിക്ക് വേണ്ട. I love broccoli also. ഡംപ്ലിംഗ് ഷ്രിമ്പിൻ്റെ എനിക്ക് അറിയത്തില്ല കഴിക്കാന്നുള്ള. ട്രൈ ആക്കാം നമുക്ക്. മോമോസ് പോലത്തെ ഒരു ഐറ്റമാ ഡംപ്ലിംഗ്. സ്റ്റഫ്ഡ് സ്റ്റീം ബൺ വിത്ത് ഇതും ട്രൈ ആക്കാം. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലാണ്ട് ഞാൻ എടുക്കുന്നില്ല. സലാഡ്സ് വേണോ? ഇതെന്തായിരുന്നു? ബോയിൽഡ് റൈസാ? വേണ്ട. വേറെ ഒന്നും വിശ്വസിച്ച് കുടിക്കാൻ പറ്റില്ല. സലാഡ് ട്രൈ. മതി. ഒരു സ്പൂൺ ഇത് കൊതിക്ക് എടുക്കാം. ഇത് സ്വീറ്റ് പൊട്ടറ്റോ ആണോ അതോ അവക്കാഡോ ആണോ? എന്തോ പോലെ ഉണ്ടല്ലോ. ഇതെടുത്താൽ മതിയായിരുന്നു. എൻ്റെ പൊന്നെ, ഈ തണുപ്പത്ത് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഇത് പപ്പായ അല്ലായിരുന്നോ? പൊളിയായിരുന്നു. 3 പീസ് എടുക്കാം. ഇതും ഒരു രക്ഷയില്ലായിരുന്നു. വേണോ? കുറച്ചുകൂടി വലിയ ടേബിൾ എടുത്താൽ മതിയായിരുന്നു. ഐറ്റംസ് ഒക്കെ കൂടുതലായതുകൊണ്ടേ. ഇതൊക്കെയാണ് ഞാൻ പോയിട്ട് എടുത്തത്. കഴിക്കാന്നുള്ള ഞാൻ ആദ്യം നോക്കട്ടെ. സ്റ്റാർട്ടഡ്. എൻ്റെ മസാല ചായ കറങ്ങുന്നു. ഫ്രഞ്ച് ടോസ്റ്റ് കഴിച്ചു നോക്കാം. എൻ്റെ അമ്മേ, ഇത്രയും കട്ടിയായ ആ സമയം കൊണ്ട്. വാട കുട്ടാ. എന്തായിരുന്നു? എന്തോ ആണ്, പക്ഷെ കൊള്ളാം.
Try this dish. പൊളി. ഈ ഒരു ഐറ്റം ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്, ഡംപ്ലിങ്. ഇതിന് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ ലഞ്ചിനായിരുന്നെങ്കിൽ പൊളിച്ചാനാ. ഇതെന്തായിരുന്നു? എന്തോ ചിക്കൻ സ്റ്റഫ് അങ്ങനെ എന്തോ സാധനം. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ ഒന്ന് സ്വസ്ഥമായിട്ട് ഒന്ന് കഴിയട്ടെ. വീഡിയോ പിടിപ്പിനിടയിൽ എന്തായാലും കഴിപ്പ് നടക്കത്തില്ല. സോ ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഞാൻ കഴിക്കട്ടെ. നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മുടെ ട്രിപ്പിൻ്റെ വാൻ നമ്മളെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷാർപ്പ് 8 o'clock എന്ന് പറഞ്ഞു. 8-10 ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മളെ പിക്ക് ചെയ്തു. നമ്മൾ അവിടുന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് ചെക്ക് ഇൻ പോയിന്റിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഫെറിയും യോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. സോ വെയിറ്റ് ചെയ്യുവാണ്. തൽക്കാലം ഇവർ നമ്മളുടെ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടൊരു ബാൻഡ് തന്നിട്ടുണ്ട്. ഇതും കെട്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ പുറകിൽ കാണുന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ്, നമ്മളെ മോർണിംഗ് ആണല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ആൾക്കാർക്ക് ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്. സോറി ഗൈസ്, ഇവിടെ ഒരാളെ കോഴി കൊത്തിൻ്റെ അലർച്ചയാണ്. ഞാൻ കേട്ടു, നിങ്ങൾ കേട്ടെന്നുള്ള എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഈ പുറകെ കാണുന്നത് ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമുക്ക് ഓൾറെഡി ഹോട്ടലിൽ നമ്മൾ വയർ നിറച്ചും ഫുഡ് കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉറക്കമായിരുന്നു ഞാൻ ഈ 3/4 മണിക്കൂർ വണ്ടി കിടന്ന് ഉറങ്ങിയത്. സോ നോക്കാം നമ്മുടെ ട്രിപ്പ് എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, അങ്ങനെ കുറച്ച് നേരത്തെ ഇൻസ്ട്രക്ഷനും ക്ലാസ്സിനും ശേഷമൊക്കെ നമ്മൾ പതിയെ യോട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ യോട്ടിൽ കയറിയപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നു. പെപ്സിയും വെള്ളമാണ് തന്നിട്ടുണ്ടായിരുന്നത്. അതിൽ കുറേ ആൾക്കാർ വാങ്ങിച്ച് അവരെ ബാഗിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സൈഡിലോട്ട് എത്താൻ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. നോർമലി ഞാൻ പെപ്സിയോ കൊക്കക്കോള അങ്ങനെയൊന്നും കഴിക്കാറില്ല, എനിക്ക് കാര്യമായിട്ടൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഇതിൽ ഞാൻ തരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൊക്കക്കോള എടുക്കുമെന്ന് തന്നെ വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. ഫൈനലി എൻ്റെ ഒരു സൈഡ് എത്തിയപ്പോഴത്തേക്ക് ഞാൻ സെയിം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കൊക്കക്കോള തന്നെ. കൊക്കക്കോളയാണോ പെപ്സിയാണോ അറിയത്തില്ല, സെയിം ലൈക്ക് സിമിലർ. അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കയറിയ യോട്ടിൽ ഏകദേശം ഒരു 10-20 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പല രാജ്യക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗൈഡാണ് കേട്ടോ. പുള്ളിക്കാരത്തി ഇപ്പോൾ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരും എണീറ്റ് നിൽക്കാൻ പാടില്ല. എണീറ്റ് നിന്ന് കഴിഞ്ഞ് മറിഞ്ഞിട്ട് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊന്നുമല്ല, നമ്മളിപ്പം ഹോസ്പിറ്റൽ കാര്യങ്ങളൊന്നും അടുത്തൊന്നും അല്ല, നമ്മൾ ഒരുപാട് ദൂരത്ത് നിന്നാണ് നിൽക്കുന്നത്, കടലിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. പിന്നെ എത്ര കടലിൻ്റെ നടുക്കെന്ന് പറഞ്ഞാൽ ആര് കേൾക്കാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പലരും നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കറണ്ട് നമ്മളുടെ ഒരു ഐലൻഡിലാണ്. ഏത് ഐലൻഡ് എന്നുള്ള പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. വേറൊരു പ്രൈവറ്റ് കമ്പനി അത് ഏറ്റെടുത്തിരിക്കുകയാണ്. അത് ഏറ്റെടുത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കേവ് ഉണ്ട്. ആ കേവിൽ ഒരു തരം ബേർഡ്സ് ഒക്കെ വന്നിട്ട് അതിൻ്റെ സലീവ കൊണ്ട് ഒരു കൂട് പോലെ ഉണ്ടാക്കാറുണ്ട്. അത് നമ്മൾ ചിലന്തകൾ കെട്ടുന്ന കണക്കുള്ള കൂട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈ കോസ്മെറ്റിക് പ്രൊഡക്ട്സിൽ യൂസ് ചെയ്യുന്ന കൊളാജൻ പോലത്തെ ഒരു സാധനം കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവരത് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ റെസ്ട്രിക്റ്റഡ് നമുക്ക് അവിടെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫൈനലി നമ്മൾ നമ്മുടെ സ്പീഡ് ബോട്ടിൽ നിന്ന് ലോങ് ടെയിൽ ബോട്ടിലോട്ട് കയറിയിരിക്കുകയാണ്. ഇതിൽ 45 minutes ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. മതിയില്ലേ? അയ്യോ, ഇരിക്കാൻ പറഞ്ഞില്ല ഞാനിപ്പോൾ വീണേന്. ബ്യൂട്ടി രക്ഷയില്ല. മോനെ വാട്ട് എ വണ്ടർഫുൾ ലൈഫ്. ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ലൈഫിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. ഐ ആം സോ ബ്ലെസ്ഡ്. ഞാൻ എത്ര ഭാഗ്യം ചെയ്ത ഒരു കുട്ടിയാണെന്നറിയോ. അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ കുറേ കൺട്രി ഒക്കെ കാണാൻ പറ്റുന്നത്. അല്ല, എസ്പെഷ്യലി ഈ ഫിഫി ഐലൻഡ് വേൾഡ് ബെസ്റ്റ് 10 ഐലൻഡിൽ ഒരു ഐലൻഡാണ് ഈ ഫിഫി ഐലൻഡ്. ഓക്കെ, 10-1. സോ അവിടെ എനിക്ക് വരാൻ പറ്റിയെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടൊരു കാര്യമാണ്. എനിക്ക് കാണാൻ പറ്റിയെന്നുള്ള, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഭയങ്കര വലിയ കാര്യമാണല്ലേ. യെസ്,
അറിയാം മോനെ, ഈ വാട്ടർ ഉണ്ടല്ലോ, ബ്ലൂ ബ്ലൂ ബ്ലൂ, ഇത് ബ്ലൂ അല്ലേ? യെസ്, ബ്ലൂ അല്ല, ഇത് ഗ്രീൻ. അഫ്കോഴ്സ് ഗ്രീൻ, ഇത് ഗ്രീൻ ആണ്. ബ്ലൂ എന്നൊക്കെ എനിക്ക് പറഞ്ഞിവിടെ കുറേ ആൾക്കാരുണ്ട് റബ്ബേ. സോ എല്ലാവരും ഗ്രീൻ. ഞാൻ ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഡ്രസ്സ് ഞാൻ ഇന്നത്തേക്ക് ഇടാൻ വെച്ചതല്ല, വേറൊരു ദിവസം ഇടാൻ വിചാരിച്ചാണ്. പക്ഷേ അത് യെസ്, ഇങ്ങനെ ഫ്ലെയറി ടൈപ്പ് ഡ്രസ്സ് തന്നെ ഇടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ വൈക്ക് എടുത്ത 2 ഡ്രസ്സും പച്ച തന്നെയാണ്. പക്ഷെ ഇതെന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. ഞാൻ വിചാരിച്ചില്ല ഈ 4 ദിവസത്തെ ഫുഡ് അടിയുടെ ഇടയിൽ ഈ ഡ്രസ്സ് എനിക്ക് ചേരുമെന്ന് തന്നെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. എനിവേസ് എനിക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ഇപ്പോഴും ഫിറ്റാണ്. വയറിൻ്റെ സൈഡിലേക്ക് മാത്രം കുറച്ച് ടൈറ്റ് ഉണ്ടാവും, ഞാൻ കാണിക്കുന്നില്ല. നമ്മുടെ ലോങ് ടെയിൽ ബോട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ഇന്നലെ തന്നെ എല്ലാം ബുക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. നല്ല ഓൾ ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ലോങ് ടെയിൽ ബോട്ടായാലും സ്കൂബ ഡൈവിംഗ് ഉണ്ട്. സ്കൂബ ഡൈവിംഗ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, എനിക്കത് ചെയ്യാനുള്ള ധൈര്യമില്ല. വാവ്, ഓക്കെ. ഞാനിവിടെ വേറൊരു കാര്യത്തിന് വാവ് പറഞ്ഞാണ് കേട്ടോ, നിങ്ങൾ ആരും ഒന്നും വിചാരിക്കേണ്ട. സോ എന്താ 1600 ബാത്താണ് അവർ ചാർജ് ചെയ്യുന്നുണ്ടാവുക ഈ ലോങ് ടെയിൽ ബോട്ട്. ഇത് ഭയങ്കര ഫേമസ് ആണ്, എല്ലാവർക്കും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഫിഫി ഐലൻഡ്, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി തന്നെയും ഏറ്റവും കൂടുതൽ കാണാൻ കിട്ടുന്നത് ഈ ലോങ് ടെയിൽ ബോട്ടാണ്. നമ്മളത് ആദ്യപ്പഴേ ബുദ്ധിപൂർവ്വം, എക്സ്പെഷ്യലി ഞാനിതെല്ലാം സെർച്ച് ചെയ്തിട്ട് വരുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ബുക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നാലും ബുക്ക് ചെയ്യാൻ പറ്റും. സ്കൂബ ഡൈവ് താല്പര്യമില്ല, പേടിയായിട്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ബട്ട് നല്ലൊരു ഓപ്ഷനാണ് ഇവിടെ വന്നിട്ട് ചെയ്യാന്നുള്ളത്. ബിക്കോസ് ക്ലിയർ വാട്ടറിലല്ലേ നമുക്ക് സ്കൂബ ഡൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്കൂബ ഡൈവ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് അറിയില്ല, കടലിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് സ്വിം ചെയ്ത് കുറേ ഫിഷൊക്കെ നമുക്ക് ഓക്സിജൻ മാസ്കും ആൻഡ് ഗൂഗിൾസൊക്കെ തന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കൂടെ ഒരു ട്രെയിനർ ഉണ്ടാകും. അപ്പോൾ പേടിയില്ലാണ്ട് നമുക്ക് കടലിലോട്ട് ഇറങ്ങാം, ബീനേഴ്സ് ആണെങ്കിൽ ഇറങ്ങാൻ പറ്റും. അപ്പോൾ ആ സാധനം നമുക്കിവിടെ ചെയ്യണ്ട. എനിക്ക് എസ്പെഷ്യലി ചെയ്യണമെന്ന് ഒരാഗ്രഹമില്ല, കാരണം ഈ ഡ്രസ്സ് എനിക്ക് അയക്കാൻ വേണ്ടി വായിക്കുക, വേറെ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുള്ള എടുത്തിട്ടില്ല. സോ ബെറ്റർ നമുക്ക് ഇതൊക്കെ കാണാം. ഇത് കാണല്ലേ നമ്മൾ വന്നത് മെയിനായിട്ടും. എൻ്റെ കൈ നോക്കണ്ട. Okay, come to you. Evolution of surviving. So many people they feed monkey but not feed them. So എവിടെ monkey? I'm not scared of people feeding monkey. I'm scared of people standing hiding the monkey from us. You see? ഇത് മങ്കി ബീച്ചാണ് കേട്ടോ. ഇവിടെ ഒരുപാട് മങ്കിയുണ്ട്. ഈ മങ്കികളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ഈ പഴവും അതുപോലെ ഫുഡ് ഐറ്റംസ് അങ്ങനത്തെ ഒന്നുമല്ല കേട്ടോ കഴിക്കുന്നത്. ഇവർ കഴിക്കുന്നത് ക്രാബാണ്, ക്രാബ്. ബിക്കോസ് ഇവിടെ വേറെ അങ്ങനെ ഫുഡ് ഐറ്റംസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചിട്ട് അവിടെ ആൾക്കാർ താമസിക്കുന്നില്ല. അപ്പോൾ ഇത് സീ ക്രാബാണ് കഴിക്കുന്നത്. നമ്മളങ്ങനെ കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത് ഈ മങ്കി ഇങ്ങനെ ക്രാബ് കഴിക്കുന്ന കാര്യം. അപ്പോൾ ഈ ആൾക്കാർ നമ്മളിപ്പോൾ ഉള്ളത് ഫിഫി ടോൺ ഐലൻഡിലാണ്. ഇവിടെയാണ് ഫുഡ് കഴിക്കാനൊക്കെ ഇറക്കിയിട്ടുള്ളത്. ഇവിടെ ഒരു 2 hours സ്പെൻഡ് ചെയ്യാം. സ്കൂബ ഡൈവ് സ്നോർക്കലിംഗ് ചെയ്യാനുള്ള ആൾക്കാർക്കൊക്കെ അത് ചെയ്യാം. ഇല്ല ലഞ്ച് പിന്നെ ഇവിടെ കുറച്ച് ഇരുന്ന് കടൽ വായി നോക്കുക, അതൊക്കെ ചെയ്യാൻ പറ്റും. സോ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എന്നെ തന്നെ നോക്കണം, അത്രയ്ക്ക് സ്പീഡിൽ വന്നിട്ടുണ്ടായിരുന്ന ബോട്ടിൽ നിന്ന്. എങ്ങനെ എനിക്ക് ഇവിടെ ഇറങ്ങി. ഇവിടെ ബോട്ട് അന്നി. ഓക്കെ, ഇവിടെ കുറച്ച് റിസോർട്ടും കാര്യം ഇവിടെ ഇവർ സ്റ്റേ ഒക്കെ നടക്കും തോന്നുന്നുണ്ട്. 2:30 എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കേണ്ടി വരും. സോ നമ്മുടെ ഫ്ലൈറ്റ് ഇന്ന് നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ കവർ ചെയ്തിട്ട് ഓടണം. ഇവിടെ എന്താ ഫുഡ് കിട്ടുന്നുള്ളത് അത് നോക്കട്ടെ.
അങ്ങനെ ഞാൻ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്, ഫുഡ് ഇരിക്കുന്ന സ്ഥലം. അപ്പോൾ ആദ്യം വെജിറ്റേറിയൻ ഫുഡ്, ഞാനൊരു പ്യുവർ നോൺ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഈ ഒരു സൈഡൊക്കെ ജസ്റ്റ് നോക്കി ഞാനങ്ങ് വിട്ടു. അത് കഴിഞ്ഞ് ഇന്ത്യൻ ഫുഡാണ്. ഇന്ത്യൻ ഫുഡിൻ്റെ സൈഡിലേക്ക് വന്നപ്പോൾ ഞാൻ കാര്യമായിട്ടൊന്ന് നോക്കി വിട്ടെന്നുള്ളതല്ലാണ്ട് അവിടെ നിന്ന് ഞാൻ ഒന്നും എടുക്കാൻ പോയില്ല ഗൈസ്. കാരണം എനിക്ക് കുറച്ച് വെറൈറ്റി ഒക്കെ വേണമായിരുന്നു. അപ്പോൾ നമ്മുടെ കോണ്ടിനെൻ്റൽ ഫുഡ് മാത്രമല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ തായ് ഇൻ്റർനാഷണൽ ഫുഡ് സൈഡിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരുമാതിരി അലർന്ന ഫുഡായിരുന്നു. വിശപ്പിൻ്റെ ആ ഒരു അസ്കത ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഇന്നത്തെ എന്തൊക്കെയോ കോരി പറക്കി എടുത്തുകൊണ്ട് നേരെ ടേബിളിൻ്റെ അവിടെ പോയിരുന്നു. ഈ സൂപ്പ് അവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കിത് ഭയങ്കര ചീറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു ഗൈസ്. ആകെ ചിക്കനേ ഉണ്ടായിരുന്നുള്ളൂ നാവിന് രുചിയായിട്ട്. പക്ഷെ ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. മെയിൻ സ്വഭാവം അതുതന്നെ. സംഭവം ഞാൻ കഴിക്കില്ലെന്നുണ്ടെങ്കിലും പാത്രം നിറച്ച് ഫുഡ് എനിക്ക് വേണം ഗൈസ്. അതുകൊണ്ട് ഞാൻ അവിടെ എനിക്ക് കണ്ണി കണ്ട എല്ലാം വാരിപ്പറക്കി പ്ലേറ്റിലാക്കിയിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് അറിയത്തില്ല, കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ കാലിയാക്കിയിട്ടുണ്ട് കേട്ടോ. അമ്മാ ചൂടാ. ഐലൻഡ് അത്ര ഐലൻഡ്. ഇവിടെ വന്നിട്ട് ഇതുവരെയ്ക്ക് ഞാൻ ബീച്ചിൽ ഇറങ്ങിയിട്ടില്ല, കണ്ടിട്ടേ ഉള്ളൂ. എല്ലാ സ്ഥലത്തും പോയിട്ട് ബീച്ച് കണ്ടിട്ടുണ്ട്. ഇവിടെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. സോ ഈ ബീച്ചിൽ എന്തായാലും ഇറങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ ഐലൻഡിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. മാർക്കറ്റ് ചെറുതാണെന്നുണ്ടെങ്കിലും പ്രൈസ് ഭയങ്കര ഹൈ ആണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഇതിനകത്ത് അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഡ്രസ്സും കാര്യങ്ങളും ബാഗ്സും അതുപോലെ ഈ ബീച്ചിൽ ഇറങ്ങാനുള്ള സ്യൂട്ട്സ് കാര്യങ്ങളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഭംഗിയുണ്ടായാലും വാങ്ങിക്കരുത് കേട്ടോ. പുറത്ത് നമുക്ക് നല്ല ചീപ്പായിട്ട് ഈ സാധനങ്ങൾ കിട്ടും. ഇതിനകത്ത് കയറി എന്തായാലും പരീക്ഷിക്കാൻ നിൽക്കണ്ട. ഇവിടെ എന്താണ് സർക്കസ് ആണോ? സോ നമ്മളിപ്പം എത്തിയിരിക്കുന്നത് കായ് ഐലാൻഡ്. പൊള്ളുന്ന ഇവിടെ വേറെ ഉണ്ടായിരുന്നു. ഭയങ്കര പൊള്ളല ഇവിടെ പൊള്ളുന്നത്. ഇവിടെ വെയിൽ വന്ന് ഉച്ചിയിലടിക്കുന്നു, ഉച്ചിയിൽ കത്തി പോകുന്നു മനുഷ്യൻ. പിന്നെ ഇവിടെ ആ അംബ്രല ചെയറൊക്കെ 150 ബാത്താണ്, 150 ബാത്ത് ഈ ചെയർ. സോ 1.5 hours ഇവിടെ ലേ ഡൗൺ ആണ്. ഇവിടെ നമുക്ക് കുറെ എന്തെല്ലോ ചെയ്യാനുണ്ട്. ഓക്കെ, ജെറ്റ് സ്കീ ഉണ്ട്, പിന്നെ ബനാന റൈഡ്, അങ്ങനെ കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. സോ അതൊന്നും ചെയ്യുന്നില്ല. എൻ്റെ ഇൻട്രസ്റ്റിൽ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ കുറച്ച് കറങ്ങി കാണാമെന്ന് വിചാരിക്കുന്നു. വേറെ എന്താ ഉള്ളത് ഇവിടെ? ഇത് നമ്മളെ ഈ ഓട്ടിൽ തന്നെ നമുക്ക് തന്ന ഫ്രൂട്ട് കട്ട്സും കുക്കീസൊക്കെയാണ് കേട്ടോ. കുക്കീസ് ഒരു രക്ഷയില്ലാത്ത കുക്കീസ് ആയിരുന്നു, എൻ്റെ ഫേവറേറ്റായി. നമ്മൾ അതും കഴിച്ച് ഇങ്ങനെ വായി നോക്കിയിരിക്കുകയാണ്. അവിടെ ആൾക്കാർ വാട്ടർ അഡ്വഞ്ചറസ് ഒക്കെ ചെയ്യാൻ പോയൊന്നും ഇങ്ങനെ വായി നോക്കിയിരിക്കുകയാണ് കേട്ടോ. അല്ലാതെ വേറെ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും യോഗില്ലേ അമ്മണിയെ. അങ്ങനെ ഒരു 1 hour ഇവിടെ വെയിറ്റ് ചെയ്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ നമ്മൾ ഈ ഹോട്ടലിൽ കയറി തിരിച്ച് വീട്ടിൽ പോകാനായി. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ കണ്ട് ഇതുവരെ സഹകരിച്ച എല്ലാവരുടെ അടുത്തും താങ്ക് യു സോ മച്ച്. അപ്പം അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.